തൻ്റെ ചേട്ടൻ്റെ അവസാന ഓർമ്മയ്ക്ക് വേണ്ടി അനിയൻ ഓടിയെത്തുകയും തൻ്റെ ചേട്ടൻ്റെ ബോഡി ലഭിച്ചതിനടുത്ത് ആകാംക്ഷയോടെ നിൽക്കുകയും ചെയ്തു. ആ പയ്യനോട് ചേട്ടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പയ്യൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് പോലെയായിരുന്നു എനിക്ക് തൻ്റെ ചേട്ടനെന്ന്. അതിലുമുപരി ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വന്നിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. എന്തു തന്നെയായാലും ആ അനിയൻ ഒരുപാട് ആത്മാർത്ഥതയോടെ അവിടെ ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ കേരളം ഇന്നലെ കണ്ട ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാഴ്ച. സഹോദര ബന്ധങ്ങൾ ആടി ഉലയുന്ന ഈ സമയത്തും ഏറ്റവും സ്നേഹത്തോടെ തൻ്റെ ചേട്ടൻ എന്ന ഓർമ്മയെ ചേർത്ത് പിടിച്ച അനിയനായിരുന്നു അർജുൻ്റേത്. എന്തു തന്നെയായാലും അർജുനെക്കുറിച്ച് കുടുംബക്കാരടക്കം അതിലുപരി നാട്ടുകാരടക്കം പറയുന്നത് നല്ലത് മാത്രം. ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു അർജുൻ മാത്രമായിരുന്നു അവരുടെ എല്ലാം. അവരുടെ അമ്മ തന്നെ പറയുന്നു തൻ്റെ സുഹൃത്താണ് അർജുൻ എന്ന്. ആ ലോറിയുടെ ഓണർ കൂടിയായ മനാഫ്, അയാൾ പല വിധത്തിലും കഷ്ടപ്പെട്ട് തന്നെയാണ് അർജുൻ്റെ ബോഡി കിട്ടുവാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു തന്നെയായാലും കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് നടുവിലൂടെ മനാഫ് അവരുടെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെയും തന്നെ നമ്മൾ കണ്ടു. വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ അച്ഛന് സുഖമില്ലാതായത് കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ചുമലിലേറ്റിയ വ്യക്തിയാണ് അർജുൻ. ലോറി ക്ലീനറായി തുടങ്ങി പിന്നീട് അത് ഡ്രൈവിങ്ങിലേക്കും വഴിമാറി പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകളെ ആകർഷിക്കുവാൻ കഴിവുള്ള വ്യക്തിത്വമായി മാറുകയും ചെയ്തു. ഒരുപക്ഷെ മനാഫ് എന്ന ലോറി ഓണറിൻ്റെ ഏറ്റവും അടുത്ത അതല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലിക്കാരൻ തന്നെയായിരുന്നു അർജുൻ. അതിലുപരി അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. ഒരുപക്ഷെ ഒപ്പം ജോലി ചെയ്തവർക്കും നാട്ടുകാർക്കും അർജുനെ കുറിച്ച് പറയാൻ പലതുണ്ട്. എല്ലാവർക്കും അർജുനോട് സ്നേഹം മാത്രം. ഒരുപക്ഷെ നാട്ടിനടക്കം തീരാ നഷ്ടമാണെന്ന് പറയുമ്പോഴും ആ വീട്ടിലെ അമ്മയുടെയും ഭാര്യയുടെയും അച്ഛൻ്റെയും അവസ്ഥ എത്രമാത്രം വേദനാജനകമായിരിക്കും. തൻ്റെ കുഞ്ഞിന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടവും വണ്ടിയിൽ കരുതി വെച്ചിരിക്കുകയും അത് പുറത്തെടുക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും തന്നെ അത് കണ്ട് കണ്ണീരണിയുന്നതും നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഒരു പക്ഷേ അർജുൻ എന്ന വ്യക്തി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കേരളത്തിലെ ഓരോ ജനമനസ്സുകളിൽ നിന്നും മായില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെയും ഈ കുടുംബം എങ്ങനെ സഹിക്കും? കാരണം തൻ്റെ ഭർത്താവിനെയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഭാര്യ, തൻ്റെ സുഹൃത്ത് കൂടിയായ മകൻ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന അമ്മയും അച്ഛനും, തൻ്റെ എല്ലാമായ ചേട്ടനോട് രാത്രി പോലും ഫോണിലൂടെ സംസാരിച്ച അനുജൻ, ഒരുപക്ഷെ എത്രമാത്രം വേദനാജനകമായിരിക്കും ഇവരുടെ ഓരോ നിമിഷങ്ങളും. അർജുൻ്റെ മകനെ തൻ്റെ മകനെ പോലെ തന്നെ താൻ നോക്കുമെന്ന് മനാഫും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവരൊക്കെയും തന്നെ ചെയ്തേക്കാം. പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും അർജുൻ്റെ നഷ്ടം ഒരുപക്ഷെ 72 ദിവസത്തോളം പ്രതീക്ഷ മങ്ങാതെ ചിലപ്പോൾ കുടുംബമടക്കം കാത്തിരുന്നിട്ടുണ്ടാവാം. പുറമേക്ക് തീർച്ചയായിട്ടും അർജുനന് തിരിച്ചു വരില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുടെ നാളമെങ്കിലും അവരിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഞാനടക്കമുള്ള മലയാളികളിൽ എല്ലാവരിലും ഉണ്ടായതുപോലെ. പക്ഷേ ഇനി അർജുൻ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ല എന്ന അറിവും അതിലുപരി അവൻ്റെ ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്ന മനസ്സമാധാനവും രണ്ടും കേരളത്തിന് ഇന്നലെ സമാധാനവും അതോടൊപ്പം ദുഃഖവും നൽകി. എന്തു തന്നെയായാലും പ്രിയ അർജുൻ, നീ സന്തോഷത്തോടെ തന്നെ ഉറങ്ങുക. കാരണം നിന്റെ കുടുംബത്തെ കേരളം സ്വന്തം കുടുംബത്തെ പോലെ തന്നെ നോക്കും. ഓരോ മലയാളികളും നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കും. നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേരളവും സർക്കാരും കൈകോർക്കും. അതോടൊപ്പം തന്നെ നീ പുണ്യം ചെയ്തവനാണ്. കാരണം ഒരുപാട് പേർ ഒരുപാട് ദിവസം നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. എല്ലാവരുടെ മനസ്സിലും നീ മാത്രമായ ദിവസങ്ങൾ തള്ളി നീങ്ങി. ഒരുപക്ഷെ ഇന്നലെയും കേരളം നിന്നിൽ മാത്രം ഒതുങ്ങി. നിന്റെ ന്യൂസുകൾ മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവനും കണ്ടുകൊണ്ടിരുന്നത്. അതെ, നീ എത്രയോ പുണ്യം ചെയ്തവൻ തന്നെയാണ്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും നീ മായില്ല ഓരോ മലയാളിയുടെ മനസ്സിൽ നിന്നും.